ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു വെറൈറ്റി പൂരി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായി ഞാനൊരു ബീട്രൂട്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ജ്യൂസ് നമുക്ക് ആദ്യം എടുക്കാം. ഇനി നമുക്ക് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് മാവും ഒരു സ്പൂൺ റവയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത് അതിലോട്ട് അല്പം ഒഴിച്ച് ഇതുപോലെ ഒഴിച്ച് ഇനി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ബീട്രൂട്ടിൻ്റെ അത് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതേ പരുവത്തിൽ നമുക്കിതൊന്ന് നന്നായി നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്യാരറ്റ് വെച്ച് അടുത്ത മാവ് കുഴയ്ക്കാം. ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ മാവ് കുഴയ്ക്കാം. അതിനായി ടീസ്പൂൺ റവ ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ക്യാരറ്റ് ജ്യൂസ് ഒഴിക്കാം. നന്നായിട്ട് കുഴയ്ക്കാം. ഇതേ രീതിയിൽ കുഴച്ചെടുക്കാം. നമ്മൾ ബീട്രൂട്ട് കുഴച്ചെടുത്തതുപോലെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ക്യാരറ്റിൻ്റെ ഇതുപോലെ നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാദാ പൂരിയുടെ മാവ് റെഡിയാക്കാം. അതിനായി ഇതുപോലെ ഒരു ടീസ്പൂൺ റവ ഇടുന്നു, ആവശ്യത്തിന് ഉപ്പിടുന്നു, വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം. ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ പൂരി ഒന്ന് ചപ്പാത്തി പ്രസ്സിലോട്ട് വെച്ച് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. നമുക്കൊന്ന് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്യാം. ക്യാരറ്റിൻ്റെത് 3 എണ്ണം പരത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കതുപോലെ ബീട്രൂട്ടിൻ്റെത് നോക്കാം. ഇത് നമുക്കതുപോലെ പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ ബീട്രൂട്ടിൻ്റെതും കഴിഞ്ഞ് ഇനി നമുക്ക് സാദാ പൂരി നോക്കാം. ഇനി നമുക്ക് ഇത് പരത്തി വെച്ചിരുന്നത് ഓരോന്നായിട്ട് ലെയറായിട്ട് വയ്ക്കാം. ആദ്യം സാദാ വെച്ചു, പിന്നെ ബീട്രൂട്ടിൻ്റെ വെച്ചു, ഇനി ക്യാരറ്റിൻ്റെ വയ്ക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാം. ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതേപോലെ അടിപൊളി ഷേപ്പിന് നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഈ ഷേപ്പ്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊളിയായിട്ട് നല്ല പൊള്ളി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇങ്ങനെ നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ട് പൂരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇതിലേക്കായിട്ട് കറിയായി മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പ്.